ഒരു ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും മിനിമം ഒരു ഫാറ്റി ലിവറെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബം ഇപ്പം വിരളമാണ്. ഇതിൻ്റെ കാരണം മെയിൻ കാരണം നമ്മുടെ ജീവിത രീതി, ജീവിതശൈലികൾ തന്നെയാണ്. അപ്പോൾ ഒരുവിധം ഒരു 80% കരളിൻ്റെ അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഫാറ്റി ലിവർ, കരളിൻ്റെ മറ്റ് അസുഖങ്ങൾ, അതായത് സിറോസിസ്, കരൾ വീക്കം, പിന്നെ കരളിലെ ക്യാൻസർ. ഞങ്ങൾക്കെല്ലാം അറിയാം ലേക്ഷോർ ഹോസ്പിറ്റൽ ക്യാൻസറിന് പേരുകേട്ട ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ കരളിലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല, ലിംഫോമ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ പോലെയല്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇതൊരു ക്യൂർ ചെയ്യാൻ പറ്റിയൊരു അസുഖമാണ്. നമുക്ക് കരളിലെ അസുഖങ്ങൾക്ക്, കരളിലെ ക്യാൻസറിന് കീമോതെറാപ്പി ഓപ്ഷൻസ് വെരി ലിമിറ്റഡ് ആണ്. അത്രയ്ക്ക് കീമോ ഇല്ലാത്തൊരു അസുഖമാണ്. എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു മരുന്നുകളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതുവരെ. അപ്പോൾ ഇത് ആക്ച്വലി നേരത്തെ കണ്ടുപിടിച്ചാൽ കംപ്ലീറ്റ്ലി ക്യൂറാവും ചെയ്യാൻ പറ്റും. ചെറിയ ഇതാണെങ്കിൽ കരിച്ച് കളയാൻ പറ്റും. സിറോസ് ഇല്ലാത്ത ലിവറാണെങ്കിൽ നമുക്ക് മുറിച്ച് കളയാൻ പറ്റും. ഇനി കരിച്ച് കളയാൻ പറ്റാത്തതും അല്ലെങ്കിൽ സിറോസിസ് ഉള്ളത്, അല്ലെങ്കിൽ കരിച്ച് കളഞ്ഞിട്ട് വീണ്ടും വരുന്നത്, വീണ്ടും കരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ നമ്മളറിയാതെ കരളിൽ നിന്നത് പുറത്തോട്ട് പോകാം, സ്പ്രെഡ് ചെയ്യാം, സ്റ്റേജ് 4 പോകാം. അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാനുള്ള, അതിൽ ക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെ ഉണ്ടാവില്ല, സ്പ്രെഡ് ചെയ്ത് സ്റ്റേജ് 4 ആയില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, കരൾ മാറ്റി വെക്കാം. അപ്പോൾ ഈ സിറോസിലെ ക്യാൻസറിന് കാരണം നിങ്ങൾക്കറിയാം, സിറോസുള്ള ആൾ രക്തം ഛർദ്ദിച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സിറോസുള്ള എല്ലാ രോഗിയും എല്ലാ വർഷവും എൻഡോസ്കോപ്പി ചെയ്യണം. ഇതിനുള്ള സൗകര്യം വിൻടച്ചിൽ ഞങ്ങൾ ഒരുക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വർഷവും എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ രക്തം ഛർദ്ദിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. തടയാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം മന്ത്ലി 2 പ്രാവശ്യം ഇവിടെ വരും. നമ്മുടെ ക്ലിനിക്കൽ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വെച്ചാണ് അവരിവിടെ വരാൻ ആഗ്രഹിക്കുന്നത്. തുടർ ചികിത്സകളാണ് ഇവിടെ ഇവർ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഫതൽ വീരാൻകുട്ടിയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ വിഷ്ണു ഗിരീഷ് എന്നീ 2 കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ 2 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ OPL മാസത്തിൽ 1 തവണയോ 2 തവണയോ എല്ലാം ആവശ്യാനുസരണം ചെയ്യുക. അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും ലേക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് വെച്ച് ചെയ്യുന്നത്. ബാക്കിയൊക്കെ കാര്യങ്ങൾ, തുടർ ചികിത്സകളൊക്കെ ഇവിടെ ചെയ്യും. ഇന്ന് തന്നെ കുറച്ച് ദിവസം മുമ്പേ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഒരാൾ ഇവിടെ, ഒരു രോഗി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു സൗകര്യം, ഇത്രയും ദൂരെ പോകണ്ട എന്നുള്ളൊരു സൗകര്യമാണ് ഇവിടെ ചെയ്യുന്നത്.